കേരളത്തിലെ യുവജനങ്ങൾ എന്തുകൊണ്ട് നാട് വിടുന്നു? ഏറ്റവും വലിയൊരു ഉത്തരമാണ് ഇവിടെ ഇരിക്കുന്നത്. കേരളത്തിൽ എന്തുകൊണ്ട് ഇപ്പോൾ യുവജനങ്ങൾ തൊഴിലില്ലായ്മ കാരണം നാട് വിടുന്നു? ഇവിടെ ഒരു ജോലിക്ക് വേണ്ടി പഠിച്ച് നല്ല കാലത്ത് നല്ല രീതിയിൽ പഠിച്ച് എഴുതിയാൽ മാത്രം പോരാ, പരീക്ഷ പാസ്സായാൽ മാത്രം പോരാ, ഖജനാവിലുള്ള പൈസയ്ക്കായി നടു റോഡിലിരുന്ന് തെണ്ടേണ്ട അവസ്ഥ. ഇവിടെ ഇരിക്കുന്നതെല്ലാം കേരളത്തിന്റെ ഏറ്റവും ഉശിരുള്ള ചെറുപ്പക്കാരാണ്. ഏറ്റവും ഉശിരുള്ള 26 വയസ്സ് മുതലുള്ള ചെറുപ്പക്കാരാണ് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ റോഡിലിരുന്ന് തെണ്ടുന്ന അവസ്ഥയാണ്. ഇവർ വെറുതെ വിദ്യാസമ്പന്നരായ ഉദ്യോഗാർത്ഥികളാണെന്നുള്ളതാണ് ഏറ്റവും വിഷമകരമായ ഒരു സാഹചര്യം. ഞാനും ഇവരോടൊപ്പമുള്ള ഒരു വ്യക്തി തന്നെയാണ്. PSC ഒക്കെ എഴുതി തന്നെയാണ് നമ്മളും ജീവിക്കുന്നത്. ചേട്ടാ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രീതിയിൽ ഇവിടെ ഇരുന്ന് തെണ്ടേണ്ടി വരുന്നത്? ആരാണ് നിങ്ങൾ? ഞങ്ങൾ 530/2019 എന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം റാങ്ക് ലിസ്റ്റ് ഇടം നേടിയ ഉദ്യോഗാർത്ഥികളാണ്. ഞങ്ങളുടെ ലിസ്റ്റിനകത്ത് 13,000 പരം ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകെ കൂടിയും അതിൽ ഒരു 3,000-ഓളം വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് നാളെ വരെ നിയമനം കൊടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി തീരാൻ 58 ദിവസം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ആകെപ്പാടെ വലിയ പ്രതിസന്ധിയിലാണ്. എന്നെ സംബന്ധിച്ച് ഇപ്പോൾ പേഴ്സണൽ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ ഭാര്യ പ്രസവിച്ചിട്ട് ഇപ്പോൾ അത് 3ാമത്തെ ദിവസമാണ്. എൻ്റെ കുഞ്ഞിനെ പോലും കാണാൻ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് മാത്രമല്ല, ഈ നിൽക്കുന്ന ഞങ്ങളുടെയൊക്കെ ഏജ് കഴിഞ്ഞവരാണ്. എനിക്ക് 31 വയസ്സായി. 26ാമത്തെ വയസ്സിൽ നോട്ടിഫിക്കേഷൻ അയച്ച് 26ാമത്തെ വയസ്സിൽ അപ്ലൈ ചെയ്തിട്ട് 5 വർഷം ഈ ലിസ്റ്റിന് വേണ്ടി കളഞ്ഞിട്ട് ഇന്നിപ്പോൾ 31 വയസ്സായി. എന്നെ പോലെ തന്നെ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ഏജ് ഓവർ ആയത് കാരണം. 24ാമത്തെ വയസ്സിൽ അപ്ലൈ ചെയ്തിട്ട് അടുത്തൊരു നോട്ടിഫിക്കേഷൻ എഴുതാൻ പറ്റാത്ത അവസ്ഥ. കേരള PSC നിരന്തരം നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഉള്ള സമയത്ത് തന്നെ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വിളിച്ചു. അതുകൂടാതെ തന്നെ ആ നോട്ടിഫിക്കേഷനിൽ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് ഫിസിക്കൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കേരള PSC അടുത്ത CPOയുടെ നോട്ടിഫിക്കേഷൻ വീണ്ടും വിളിച്ചു. പോലീസ് കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷൻ വീണ്ടും വിളിച്ചു. അതായത് ഞങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത് ഈ ലിസ്റ്റിനകത്ത് കൊടുക്കാൻ നിയമനമില്ല എന്ന് പറഞ്ഞിട്ട് അവർ ധൃതിപ്പെട്ട് എത്രത്തോളം ഈ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വിളിക്കുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള മറുപടി ഇല്ലാത്തൊരവസ്ഥയാണ്. ഇവിടെ ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലെ നോർത്ത് ഗേറ്റിന്റെ ഏകദേശം അടുത്താണ്, അതായത് മുഖ്യമന്ത്രിയുടെ മൂക്കിന് തുമ്പത്താണ് ഇത്തരത്തിൽ തൊഴിലില്ലായ്മ കാരണം ഇത്രത്തോളം യുവജനങ്ങൾ എത്ര പേരാണെന്ന് നോക്കിയാൽ നമ്മുടെ കണ്ണെത്താത്ത ദൂരത്തുണ്ട് ഒരു കൂട്ടം ആൾക്കാർ. ഇവർക്ക് പോലീസ് കോൺസ്റ്റബിൾ, അതായത് CPO റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ള വ്യക്തികളാണിവർ. പലതവണ, അതായത് ഓരോ പോലീസ് സ്റ്റേഷനുകളിലും ഇത്തരത്തിൽ പോലീസുകാരുടെ സേവനത്തിന്റെ ദൗർബല്യം അനുഭവിക്കുന്നുണ്ട്. ആ സമയത്ത് പോലും ഇവർക്ക് വേണ്ട നിയമനം നൽകാൻ തയ്യാറാകാത്തൊരു ഗവൺമെന്റ്. എന്താണ് ഇവരുടെ രീതി എന്നുള്ളത് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഇവിടെ ഇരുന്ന് തെണ്ടുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്താണ്, എത്ര വയസ്സുണ്ട്? എനിക്ക് ഏകദേശം 30 വയസ്സുണ്ട്. ഇപ്പോൾ എൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ്. ഇപ്പോൾ നിയമനം നടക്കാത്തതുകൊണ്ട് ഞാൻ KP5 ബറ്റാലിയനുള്ള ആളാണ്. ഇവിടെ ഇതുവരെ ഏകദേശം മൊത്തത്തിൽ 23% മാത്രമാണ് ഇപ്പോൾ ഇതുവരെ നിയമനം നടന്നിട്ടുള്ളൂ. ഇത് ജോലി കിട്ടിയില്ലെങ്കിൽ വീട്ടിലെ അവസ്ഥ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു മിനിറ്റ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവരെല്ലാവരും കാക്കി ഡ്രസ് ഇടേണ്ട ആൾക്കാരാണ്. നിങ്ങൾ വളരെ ചെറുപ്പത്തിലെ ഒരു പക്ഷെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായിരിക്കും വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതി പാസ്സായി പലതവണ കാത്തിരുന്ന് കിട്ടുന്ന റാങ്ക് ലിസ്റ്റുകളുടെ ഇടം നേടിയതായിരിക്കും അല്ലേ? അതെ, തീർച്ചയായും. 2019 ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പം 5 വർഷമായി. ഈ 5 വർഷത്തെ കാത്തിരിപ്പാണ്. അപ്പം ഈ 5 വർഷത്തിനകത്ത് നമുക്കൊരു പരീക്ഷ എഴുതാനോ വേറെ ഒരു കാര്യങ്ങളും പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ ആവശ്യം എന്ന് പറഞ്ഞാൽ കേവലം 1 വർഷത്തെ റാങ്ക് ലിസ്റ്റാണ്. അതിന് തീരാൻ ഏകദേശം ഒരു 50 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. എന്നിട്ടും 26% നിയമനം നടത്തിയിട്ട് അവർ പറയുന്നത് പൈസ ഇല്ല എന്നൊരു കാരണമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് മനസ്സിലാവാറ്. ഖജനാവിൽ കാശ് ഉണ്ടാക്കി കൊടുത്ത് ജോലി വാങ്ങേണ്ട അവസ്ഥയുണ്ടോ? അതാണ് ഇനിയിപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സുഹൃത്തും നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഇനിയിപ്പോൾ ആ ഒരു വഴിക്കാണെങ്കിൽ അങ്ങനെ എന്ന രീതിയിലാണ് ഈ പുതിയ സമരപുറത്തിൽ നമുക്ക് കടന്നിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയോടും ഇവിടുത്തെ മന്ത്രി പുങ്കവന്മാരോടുമൊക്കെയാണ് എവിടെയാണ് ഈ അഭ്യസ്തര വിദ്യരായ ഈ ചെറുപ്പക്കാർ പോകേണ്ടതെന്നുള്ളതാണ്. പഠിച്ച് പാസ്സായി തെരുവിലിരുന്ന് കേരളത്തിൽ PSC പരീക്ഷ എഴുതിയാൽ മാത്രം പോരാ, ഇത്രയും വലിയൊരു പൊതു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പബ്ലിക് സർവീസിന്റെ വിശ്വാസ്യത തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ നോക്കിയാൽ അറിയാം. CPO റാങ്ക് ലിസ്റ്റിൽ നാളെ മുഖ്യമന്ത്രിക്ക് അടക്കമുള്ളവർക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ട ഉദ്യോഗസ്ഥരാണ് ഇവിടെ നിൽക്കുന്നത്. നാളെ ഏത് ലിസ്റ്റിൽ റാങ്കിൽ വേണമെങ്കിലും വരാവുന്ന സാധ്യതയുള്ളവർ. എവിടുന്നാണ് വരുന്നത്? ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഇത്ര വിദ്യാർത്ഥികളുടെ ഏക പ്രതീക്ഷയാണ് ഈ ലിസ്റ്റ്. ഇനി ഒരു 60 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. ഞങ്ങൾക്ക് ഇതിൽ നിന്നൊരു നിയമനം കിട്ടിയില്ലെങ്കിൽ ആത്മഹത്യ എന്നല്ലാതെ പറയാൻ പറ്റില്ല. 5 വർഷത്തോളം ഞങ്ങൾ ഈ ലിസ്റ്റിന് വേണ്ടി പുറകെ നടക്കുന്നു. ഞങ്ങൾക്ക് ആത്മഹത്യ അല്ലാതെ വേറൊരു രക്ഷയില്ല. കാര്യം കുടുംബത്തിലാണെങ്കിലും നാട്ടിലും മൊത്തത്തിൽ നമ്മൾ ഈ ലിസ്റ്റിൻ്റെ പേരിൽ അറിയപ്പെട്ടു. ഈ ജോലി കിട്ടിയില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പോലും പറ്റത്തില്ല. ഞാൻ ഓട്ടോ ഓടിയാണ് ഞാൻ ജീവിക്കുന്നത്.
എൻ്റെ കുടുംബത്തിൻ്റെ ഏക ആശ്രയം എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു വണ്ടി ഓടിച്ചാണ്. ഞാൻ 2-3 ദിവസമായി ഞങ്ങൾ ഈ സെക്രട്ടേറിയറ്റിൽ പടിക്കലിൽ കിടക്കുകയാണ്. 2-ാം ദിവസമാണ്. നമ്മൾ ഓരോരുത്തരും ഇതിനു വേണ്ടി നമ്മുടെ സമയം എല്ലാം കഷ്ടപ്പെട്ട് 4 വർഷത്തോളം കളഞ്ഞിട്ടുണ്ട്. ഇത് സത്യത്തിൽ കേരളത്തിലെ ഓരോ വ്യക്തികളെയും വിഷമമുളവാക്കുന്ന സാഹചര്യം തന്നെയാണ്. എന്താണ് നിങ്ങളിവിടെ ഞങ്ങൾക്ക് ജോലിയില്ല, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. നമ്മൾ 4 വർഷം കൊണ്ട് കാത്തിരുന്നിട്ട് വന്ന ലിസ്റ്റാണ്. എന്നിട്ടും അതിനനുസരിച്ചുള്ള ജോലിയോ ഒന്നും സർക്കാരിൻ്റെ കണ്ണു തുറന്ന് അത് തരുന്നത് പോലുമില്ല. പിന്നെ 2021 നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി വേക്കൻസിക്ക് ആനുപാതികമായിട്ട് ലിസ്റ്റ് എടുത്തുള്ളൂ എന്നും. അതുകൊണ്ട് ലിസ്റ്റിൽ വരുന്ന ഭൂരിഭാഗം പേർക്കും ജോലി എന്നാണ് പറഞ്ഞത്. ആ ഒരു വാക്ക് പാലിക്കാൻ പോലും സർക്കാർ ഇന്നേ വരെ തയ്യാറായിട്ടില്ല. അതാണ് വേറൊരു ഇതെന്ന് പറയുന്നത്. അതെ, സെയിം ഒന്ന് തന്നെയാണ്. പറയാൻ കൂടുതലൊന്നുമില്ല, തെണ്ടെണ്ണയാണ്. ഈ അവസ്ഥയിലേക്ക് ഞങ്ങൾ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് തന്നെ ഈ അവസ്ഥയിലേക്ക് ഞങ്ങളെ തള്ളിവിട്ട ഗവൺമെന്റിന് എല്ലാവിധ ആശംസകളാണ് ഞാൻ ഈ അവസരത്തിൽ. ഖജനാവിലേക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് ഒരു നേരത്തെ കഞ്ഞിക്കും വേണ്ടിയാണ്. കാരണം ഈ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന പിള്ളേരാ ഇവിടെ വന്ന് നിൽക്കുന്നതിനും ചെലവുണ്ട്. അതും പോലും മനസ്സിലാക്കാത്ത, ഞങ്ങളുടെ കണ്ണീരോ അല്ലെങ്കിൽ ഞങ്ങളുടെ സങ്കടമോ കാണാതെ, ഇത് 1ാമത്തെ 2ാമത്തെ സമരമല്ല, ഇത് അനിശ്ചിതകാലത്തേക്ക് പോകുന്നതിന് മുന്നേ തന്നെ 3-4 സമരം കഴിഞ്ഞു. അപ്പം അതുപോലും കാണാതെ കണ്ണ് തുറക്കാത്ത ഇവരുടെ മുന്നിൽ ഞങ്ങൾ തെണ്ടുകയല്ലാണ്ട് പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇതൊക്കെ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ എന്നിട്ടും ഇവർ കണ്ണ് തുറക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ പ്രതിഷേധം വേറൊരു രീതിയിലേക്ക് മാറുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും കേരളത്തിന്റെ വളരെ ദുഃഖകരമായ ഒരവസ്ഥ തന്നെയാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ. ഇത് ആദ്യമായല്ല ഇവർ ഇത്തരത്തിലൊരു ഇതിലേക്ക് വരുന്നത്. കുറേ നാളുകളായി അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളൊക്കെ ആയി ഇവർ ഈ രീതിയിലാണ്. പല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരെല്ലാവരും ഇവിടെ ഇത്തരത്തിൽ ജോലിയും അവരുടെ കൂലിയും എല്ലാം കളഞ്ഞ് കിട്ടിയ നിയമനം നടപ്പിലാക്കാൻ മാത്രമാണ് ഇവർ പറയുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് പലതരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇടപെട്ട് പ്രവർത്തിക്കാൻ നവകേരള സദസ്സ് അടക്കമുള്ള പല സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോഴും ഇതുപോലെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലിരുന്ന് അപേക്ഷിക്കേണ്ടി വരുന്ന ഒരു യുവ ജനതയുടെ അവസ്ഥ ആരും കാണുന്നില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ റാങ്ക് ലിസ്റ്റ് നിയമനം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇവർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത്. അത് നടത്തി കൊടുക്കട്ടെ എന്നുള്ളതാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് പ്രതീക്ഷിക്കുന്നത്.